ഓം ഭദ്രകാളിയേ നമഃ. ഇന്ന് നമ്മൾ പറയുന്നത് ശനിയുടെ വക്രഗതി സഞ്ചാരം മൂലം വൃശ്ചികം രാശിക്കാരായ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് എങ്ങനെയുള്ളൊരു ഫലങ്ങളാണ് അനുഭവത്തിൽ ലഭിക്കുന്നത് എന്നതിനെ പറ്റിയാണ്. വൃശ്ചികം രാശിക്കാരായ നിങ്ങൾക്ക് ശനി 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. അതായത് അർദ്ധാഷ്ടമ ശനി, അഷ്ടമശനിയുടെ പകുതി ദോഷത്തിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് ശനിദോഷം വളരെ ശക്തമായിട്ട് തന്നെ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ട്. വക്രഗതി എന്ന് പറയുന്നത് ശനി ഇപ്പോൾ സഞ്ചരിക്കുന്നതിന് നേർവിപരീതമായി പിറകോട്ട് വക്രഗതിയിൽ സഞ്ചരിക്കുന്ന സമയമാണ്. വക്രഗതിയിൽ ശനി സഞ്ചരിക്കുന്ന കാലഘട്ടം വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് ആ ശനിയുടെ അർദ്ധാഷ്ടമ ശനിയുടെ ദോഷങ്ങൾ നിങ്ങളെ വിട്ടുമാറുന്ന സമയമാണ്. നവംബർ മാസം 15-ാം തീയതി വരെയാണ് ആ ഒരു വക്രഗതി കാലഘട്ടം നടക്കുന്നത്. ജൂൺ 29 മുതൽ നവംബർ 15 വരെയുള്ള സമയം. ശനി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ ശനിക്ക് വേഗത കൂടും. പൊതുവെ വളരെ മന്ദഗതിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹം പിറകോട്ട് വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ വളരെ വേഗതയിൽ സഞ്ചരിക്കുകയും ആ ദോഷങ്ങൾക്ക്, അർദ്ധാഷ്ടമ ശനി ദോഷങ്ങൾക്ക് മുക്തി ലഭിക്കുകയും ചെയ്യും. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിനെ അലട്ടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്നവരാണ് പലരും എന്നുള്ളതാണ് സത്യം. നിങ്ങളെ സംബന്ധിച്ച് മനസ്സിന് ആശയക്കുഴപ്പം നൽകുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾക്കൊക്കെ തടസ്സം, ബുദ്ധിമുട്ട്, പ്രശ്നങ്ങൾ, മനസ്സിനൊരു സന്തോഷം, സമാധാനമില്ലാത്ത തരത്തിലുള്ള പല പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ പല മേഖലകളിൽ നിന്നും നിങ്ങൾ അനുഭവിച്ചു വരുന്നു എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ ഒരു സുഖാനുഭവം നിങ്ങളെ സംബന്ധിച്ചില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒന്നാണ്. അത് മാനസികമായിട്ടുള്ളൊരു സുഖമാണെങ്കിലും ശാരീരികപരമായിട്ടുള്ള സുഖമാണെങ്കിലും പലരെയും സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ചില വാഹനാപകടങ്ങൾ, അല്ലാത്ത ചെറിയ അപകടങ്ങളോ ആശുപത്രി വാസങ്ങളോ, ചിലരെ സംബന്ധിച്ച് ശരീരത്തിൽ കത്തിവയ്ക്കേണ്ടതായ സർജറി പോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒന്നുമാണ്. അതുപോലെ ഭൂമി, സ്വത്ത് സംബന്ധമായിട്ടുള്ള ചെറിയ ചില പ്രശ്നങ്ങളോ കേസ് വഴക്കുകളോ, അതുപോലെ തന്നെ ഒരു ഭൂമി വാങ്ങാൻ ഇറങ്ങിത്തിരിച്ചാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഒരു ഭൂമി വിറ്റ് അതിൽ നിന്ന് ലഭിക്കുന്ന പണം കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ പരിഹരിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അതിന് ഒരുപാട് തടസ്സങ്ങൾ, ഒരു ഭവന നിർമ്മാണം, വീട് നിർമ്മാണം ആരംഭിച്ച് അതൊരു പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്ന അവസ്ഥ, ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ ശനി അർദ്ധാഷ്ടമ ശനിയായിട്ട് നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാലും തടസ്സം, ബുദ്ധിമുട്ടുകൾ, സുഖാനുഭവങ്ങൾ എടുത്തു പറയാനായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ പല വൃശ്ചികം രാശിയിൽപ്പെട്ട വ്യക്തികളെയും സംബന്ധിച്ച് ദാമ്പത്യ കുടുംബജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ തടസ്സങ്ങളോ ഒക്കെ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ വിവാഹത്തിൻ്റെ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാൽ തന്നെയും പലതരത്തിലുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയാണ് പലർക്കും അനുഭവത്തിൽ വരുന്നത്. ശനി പ്രപഞ്ചത്തിൻ്റെ തന്നെ കർമ്മകാരകനായ ഗ്രഹമായതുകൊണ്ട് പലർക്കും ചെയ്യുന്ന അവരവരുടെ ജോലി അല്ലെങ്കിൽ തൊഴിൽ, സ്വന്തം ബിസിനസ്സിലൊക്കെ ആണെങ്കിൽ തന്നെയും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, തടസ്സങ്ങളൊക്കെയാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അർദ്ധാഷ്ടമ ശനി ആരംഭിച്ച സമയം മുതൽ നിങ്ങൾക്ക് അനുഭവത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നിങ്ങൾ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് ശനിയുടെ ഈ ഒരു വക്രഗതി സഞ്ചാരം വളരെ നല്ല മാറ്റങ്ങൾ, നല്ല ഗുണാനുഭവങ്ങളാണ് വൃശ്ചികം രാശിക്കാർക്ക് നൽകുന്ന. പൊതുവെ ഇത്രയും നാളും നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന പല പ്രശ്നങ്ങളും പല ബുദ്ധിമുട്ടുകളും നിങ്ങളെ വിട്ടുമാറുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ മനസ്സിനൊരു സന്തോഷം, സുഖം, സമാധാനം നൽകുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ കുടുംബ ദാമ്പത്യ ജീവിതത്തിലുള്ള പല പ്രശ്നങ്ങൾക്കും ഒരു മാറ്റം, നിങ്ങളുടെ ജോലി കർമ്മ മേഖലയിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു മാറ്റം ഒക്കെ ലഭിക്കുന്ന സമയമാണ്. അതുപോലെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റം ലഭിച്ച് ശരീരത്തിനൊരു പൂർണ്ണ ആരോഗ്യം, ഉന്മേഷം, ഉണർവ് ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. ഭൂമി സംബന്ധമായി, സ്വത്ത് സംബന്ധമായി പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കേസ് വഴക്കുകൾ കൂടെ കടന്നു പോകുന്നവർക്ക് അതൊക്കെ നിങ്ങൾക്ക് അനുകൂലത്തിൽ വരുന്ന ഒരു സമയവും, ഒരു ഭൂമി വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമൊക്കെ അനുയോജ്യമായ ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ് ശനിയുടെ വക്രഗതി കാലഘട്ടം. സ്വന്തമായൊരു ഭവനം, ഒരു ഗൃഹം വേണമെന്ന ആഗ്രഹമുള്ളവരെ സംബന്ധിച്ച് ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കും. ആഗ്രഹിച്ചതുപോലെ വിവാഹ, ദാമ്പത്യ, കുടുംബ ജീവിതം ലഭിക്കുന്ന സമയം, അനുയോജ്യമായൊരു മംഗളകർമ്മം, ഒരു വിവാഹാലോചനകളൊക്കെ വന്നു ചേരുന്ന സമയം. ശനിയുടേതായിട്ടുള്ള എല്ലാ തടസ്സങ്ങളും ജൂൺ 29 മുതൽ 2024 ജൂൺ 29 മുതൽ
24 നവംബർ 15 വരെയുള്ള കാലഘട്ടം ആ ശനി ദോഷം വിട്ടുമാറും. ഈ ഒരു സമയം വൃശ്ചികം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിക്കുക. നിങ്ങളുടെ ജാതകപ്രകാരം ശനി ശുഭനാണോ ശനി പാപനാണോ എന്ന് നോക്കുക. ഇപ്പോൾ ലഗ്നത്തിനെ അടിസ്ഥാനമാക്കി നടക്കുന്ന ശുഭദശയാണോ പാപദശയാണോ എന്ന് മനസ്സിലാക്കുക. അങ്ങനെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് ഉത്തമമായിരിക്കും. പലരെയും സംബന്ധിച്ച് യൂട്യൂബിലും മറ്റും കാണുന്ന രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല, സ്വന്തം ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക. അങ്ങനെ ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഒഴിവാക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനും സാധിക്കും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ വൃശ്ചികം രാശിക്കാരായ നിങ്ങൾക്ക് ഈ ശനിയുടെ വക്രഗതി കാലഘട്ടം സർവ്വ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി.